ഇതാണ് നമ്മളെ ഡ്രൈവർമാരുടെ ക്വാളിറ്റി. ആരാവശ്യമാണ് തന്നെ ഒറ്റക്ക് തിരിക്കും വീടായാലും. അതുകൊണ്ട് നമുക്ക് സുഖം. ബസ് ഇറക്കിയാൽ നേരെ ആളെങ്കിട്ട് പോവാം. കാരണം നമ്മളെ കിച്ചണിലുണ്ട്, ക്ലീനർമാർ കിച്ചണിൽ വെക്കും. അപ്പോൾ നമ്മളെ പാക്കേജറും ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നാലമ്പല യാത്ര, തൃശ്ശൂർ നാലമ്പല യാത്രയല്ല, കോട്ടയം നാലമ്പല യാത്രയാണ്. കോട്ടയം നാലമ്പലോ അതുപോലെ പമ്പ ഗണപതി പാഞ്ചാലി. അപ്പൊ നമ്മള് ഏകദേശം 3:45 റൂമിലെത്തി. അപ്പൊ നമ്മളെ ഫുഡും കാര്യങ്ങളിലും ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഒരു ബന്നും ചായയും കൊടുത്ത് നമ്മളെല്ലാരും റൂമിലേക്ക് കയറ്റി. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് ബസ്സിൽ ആഡ് ബ്ലൂ വഹിക്കുന്ന. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ പാഞ്ചാലി മേട്ടിലേക്ക് പോകും. ഐതിഹ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ പണ്ട് വനവാസ കാലത്ത് പാഞ്ചാലിയുമായിട്ട് ഇവിടെ എത്തിയിരുന്നെന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. പിന്നെ ഇതാണ് മുണ്ടക്കയം കുമളി റോഡ്. അപ്പൊ ഈ ദൂരെ അങ്ങ് കാണുന്നതാണ് പൈനാപ്പിൾ ഫാം. പൈനാപ്പിളിന്റെ കൃഷിയാണ് അങ്ങ് കാണുന്നത്. അങ്ങനെ നമ്മള് പാഞ്ചാലി ഇവിടെ എത്തി, ബസ്സെല്ലാം തിരിച്ച് സൈഡാക്കി. അപ്പൊ ബസ് വെച്ച സ്ഥലത്ത് നിന്നൊരു വ്യൂ കാണിച്ചു തരാം. നല്ല കിട്ടിലും വ്യൂ ഇടും, നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട്. അത് വീഡിയോയില് എത്രത്തോളം കാണുമെന്ന് അറിയില്ല. നല്ല കോടമഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് പാഞ്ചാലി മഠത്തിലേക്ക് എത്തി, ആൾക്കാരെല്ലാം അകത്തേക്ക് കയറ്റി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ആണ് പാഞ്ചാലി മേട്ടിലേക്കുള്ള എൻട്രൻസിന്റെ ഗേറ്റ്, കവാടം. പാഞ്ചാലിമേട് അകത്തേക്ക് പോവാം. ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ട് ഉണ്ട് അകത്ത്. ഇത് ടിക്കറ്റ് കൗണ്ടർ, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവാം. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പാഞ്ചാലിമേട് നമ്മൾ വന്നാൽ നമുക്ക് മെയിനായിട്ടും കാണാനുള്ളത് ഇതിൻ്റെ അകത്തൊരു അമ്പലവും അതുപോലെ ഒരു വ്യൂ പോയിന്റും. ഇത് രണ്ടുമാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഈ കാണുന്ന വഴി മേലെ പോയാൽ അമ്പലത്തി. ഇതാണ് അമ്പലം. മേലെ എത്തിയാൽ അമ്പലമായിട്ട് നല്ല രസമാണ്. കുന്നിന്റെ മേലെ 360 വ്യൂല് ഇങ്ങനെ അമ്പലം. നമ്മളെ ഗസ്റ്റ് ആയത് നമ്മള് പാഞ്ചാലിമേട്ടിലെത്തി. മേലെ നിന്നുള്ള വ്യൂ ആയത്, അമ്പലത്തിന്റെ അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആയത്. കോടമഞ്ഞ് കംപ്ലീറ്റ് മഞ്ഞ് വന്ന്, നല്ല നല്ല കാലാവസ്ഥ, നല്ല വ്യൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഇപ്പം കോടമഞ്ഞ് വന്നിട്ട് താഴത്തെ വ്യൂ ഒന്നും കാണുന്നില്ല. നമ്മള് മൂടി കോടയില് പഠിപ്പിച്ചിട്ട് ടൈലാക്കിട്ട് നമ്മളെ കൂടെ വന്ന ഗസ്റ്റ് പുൽത്തേലത്തിന്റെ ചെടിയിലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് വേങ്ങാടേക്ക്. അടുത്ത ട്രിപ്പിൽ ഇവര് പുൽത്തേലാക്കി തരുന്ന പറഞ്ഞു. തരുമല്ലേ? വീട്ടിലെ സ്ഥലം പാഞ്ചാലിമേട്. നല്ല വ്യൂ പോയിന്റ്, നല്ല കാറ്റും. ചില സമയത്ത് നല്ല മഞ്ഞ് വരും, കോടമഞ്ഞ്. വെട്ടുന്നത് പോയി വെയിൽ വന്ന്, പക്ഷേങ്കിൽ വെയിൽ വന്നതിനെങ്കിലും ആ വെയിലിന്റെ ചൂട് നമ്മൾ അറിയുന്നില്ല, തണുത്ത കാറ്റില്ലോണ്ട്. ഞാൻ ചുറ്റും കാണിച്ചു തരാം ഇതിന്റെ വ്യൂ പോയിന്റെല്ലാം.
ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. സക്സസ് സക്സസ് അഞ്ചുണ്ട് കേട്ടാ. അപ്പൊ നമ്മള് പാഞ്ചാലിമേട് പോയി അതിന് തിരിച്ച് എരുമേലിക്ക് പോന്നാം. അപ്പൊ പാഞ്ചാലിമേട് നമ്മള് 49 സീറ്റ് ബസ് എടുത്ത് വന്നിന്. അപ്പൊ അന്നേരം വലിയ പ്രശ്നം ഈ ഓൾ ഇന്ത്യ എടുത്തിട്ട് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഓൾ ഇന്ത്യ ബസ് പോലും ചെയ്യും, അവിടെ നിന്ന് തിരിക്കലും ചെയ്യാം, വരാം. പക്ഷെ ഇങ്ങനെ തിരക്കുള്ള ദിവസം ഓൾ ഇന്ത്യ എടുത്ത് പോകാണ്ടിരിക്കുന്ന നല്ലത്. ചിലപ്പം ബ്ലോക്കിൽ അവിടെ കുടുങ്ങിപ്പോയാൽ ചിലപ്പോ തിരിച്ചിങ്ങ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത ദിവസമാണെങ്കിൽ ഓൾ ഇന്ത്യ എടുത്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓൾ ഇന്ത്യന് ചിലപ്പോ ടൗൺ എന്ന് പറയുമ്പോൾ ബസ് പോകില്ലാന്ന്. പക്ഷെങ്കിൽ ഓൾ ഇന്ത്യ ബസ് നമ്മൾ പോകും. നമ്മളിപ്പോ ഉള്ളത് ഓൾ ഇന്ത്യയിലാണ്. നമ്മൾ ഓൾ ഇന്ത്യ എടുത്തിട്ട് നമ്മൾ പോയി തിരിച്ച് വന്ന് പ്രശ്നമൊന്നുമില്ല. അടി നമ്മളെ എരുമേലി എത്തി. അപ്പൊ എരുമേലി ഇതാണ് വാവറുപള്ളി. അപ്പൊ നമ്മുടെ എല്ലാ ഗസ്റ്റും അതിന്റെ അകത്തേക്ക് പോയി. അതുപോലെ ഇതാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടുന്ന് പെട്രോളിട്ട് ഈ കാണുന്ന താഴേക്കൊക്കെ പോവാം. അപ്പോ നമ്മളെ ഗസ്റ്റ് എല്ലാം അവിടെ നിന്ന് കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് എരുമേലി വാവറുപള്ളി. ടൗണിന്റെ നടുക്കാ വരിക. ഇത് എരുമേലിയില് അയ്യപ്പൻ വന്ന സമയത്ത് താമസിച്ച വീട്. അപ്പൊ ഇതാണ് അയ്യപ്പൻ എരുമേലി വന്ന സമയത്ത് താമസിച്ച വീട്. അപ്പൊ അതിനകത്തേക്ക് പോകുന്ന ചെറിയൊരു വഴി കുനിഞ്ഞ് അകത്തേക്ക് പോകാൻ അകത്ത് പോയിട്ടാണ് അവരെ കണ്ടിട്ട് ഇവിടെ വരുവോ ഇത്? അയ്യപ്പൻ ഇവിടെ വന്ന് രാത്രി കിടന്ന് ശേഷം പന്തളത്തേക്ക് പോയി കിടന്ന സ്ഥലമായി കാണുന്നത്. ഇതാ അടുപ്പ്. ഇപ്പം താമസിച്ച സമയത്ത് ഈ വീട്ടില് ഭക്ഷണമൊക്കെ വെച്ച അടുപ്പാണ് ഇത് കാണുന്നത്. അതിന്റെ ഉള്ളില് വാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പൻ കൊടുത്ത വാളെല്ലാം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എരുമേലി വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് വന്ന് ഇതൊന്ന് കാണുക. അപ്പൊ നമ്മളെ എരുമേലെത്തി. എരുമേലി ധർമ്മശാസ്ത്ര അമ്പലത്തി. അപ്പൊ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ സെറ്റാക്കി. നല്ല വെജ് സദ്യ എന്നുള്ളത്. അമ്പലമായോണ്ട് നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല. സദ്യ ഇന്നത്തെ ഫുഡ്. നമുക്കുള്ളത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി. അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മളെ ഫുഡ് സെറ്റാക്കി. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് മീൽസ് ആണ്, വെജ് മീൽസ്. അമ്പലമായോണ്ട് നോൺ വെജ് ഐറ്റംസ് അലൗഡ് അല്ല. അപ്പൊ നമ്മള് ഉച്ചക്ക് വെജ് സദ്യ ആക്കിയത്. അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ നേരെ എരുമേലിൽ നിന്ന് പമ്പയിലേക്ക് പോകാം. അപ്പൊ നല്ല ചൂടാണ് ബസ്സിനകത്ത്. അതുകൊണ്ട് നമ്മള് ഒന്ന് കുറച്ച് സമയത്തേക്ക് AC ഓൺ ആയിക്കൊടുത്തു. ഇവിടുന്ന് പമ്പ എത്തുന്നവരെ AC ഇട്ടിട്ട് പോകാൻ വെച്ചു. അങ്ങനെ നമ്മള് പമ്പയിലെത്തി. അപ്പൊ പമ്പയിലെത്തി. വേറെ വണ്ടി ഒന്നുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് കാലിയാണ്. നമ്മളെ ഗസ്റ്റ് എല്ലാം പമ്പയിൽ കുളിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുളിച്ച് ഏകദേശം 4:30 പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നട ഓപ്പൺ ആക്കാം. അപ്പൊ 4:30 ആകുമ്പോഴത്തേക്ക് അവര് അങ്ങോട്ടേക്ക് പോകും. ഇതാണ് പമ്പ. കഴിഞ്ഞ വീക്കില് വന്നിട്ട് എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് വേവിച്ചിട്ട്. ഇന്നിപ്പോ ആരുമില്ല, ഇന്ന് നമ്മള് മാത്രമേ ഉള്ളൂ.
നമ്മളെ കൂടെ വന്ന ഗസ്റ്റ് ഇവിടുന്ന് പമ്പേന്ന് കുളിച്ചിട്ട് പമ്പാ ഗണപതിയുടെ അടുത്തേക്ക് പോന്നെ. എല്ലാരും കരിമ്പം കയറുന്നുണ്ട്. കരിമ്പം പോകാനോ മുണ്ടിലുള്ള അടിച്ച് കരിമ്പ ഇതാണ് പമ്പാ നദി. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് മുങ്ങി കുളിച്ചിട്ടാണ് മേലയിലേക്ക് പോവാം. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച സംക്രമത്തിന് നട ഓപ്പണാക്കിയ സമയത്ത് വന്ന അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ഇട്ടിട്ട് പോയ വേസ്റ്റാണ് ഇതൊക്കെ. ശരിക്ക് ഈ വരുന്ന ആൾക്കാർ ഇതെല്ലാം എടുത്തിട്ട് വേണം പോവാൻ. ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന സമയത്ത് പിന്നെ നമ്മൾ ഭക്തിയിൽ വന്നിട്ട് എന്ത് കാര്യം, നമ്മളെല്ലാ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോയിട്ടൊന്നും ആരും. ശരിക്കും വരുന്ന ആൾക്കാർ ഇതെല്ലാം എടുത്തിട്ട് വേണം പോവാൻ. ഒരുപാട് വേസ്റ്റ് ഉണ്ട് അങ്ങോട്ടെല്ലാം കൂട്ടിയിട്ടിട്ട്. ഇതാ നേരെ ഓപ്പോസിറ്റ് സൈഡിലും വേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാം കണ്ടില്ല, ചെരുപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട്. ഇത് വേറെ ഒരു സ്ഥലത്ത് വേസ്റ്റ് ഇട്ടിട്ടോ. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇവിടെ. ചെരുപ്പ്, ഡ്രസ്സ്, ഇതുണ്ടല്ലേ ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇവിടെ ഇട്ടിട്ട്. ചെരുപ്പുണ്ട്, ഡ്രസ്സ് ഉണ്ട്, തൂവാല, തോർത്ത്, മാല, അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഇവർ വെറുതെ ഈ പമ്പേന്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് പോവുക. ശരിക്കും യഥാർത്ഥ ഭക്തന്മാരാണെങ്കിൽ നമ്മൾ പമ്പേനെ കൂടെ സംരക്ഷിക്കണം, പ്രകൃതിയെ കൂടെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ഭക്തന്മാർ വന്നാൽ. അവരവരെ വേസ്റ്റ് എടുത്തിട്ട് വേണം പോവാന്, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം. തോന്നിയ രീതിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ശരിക്കൊരു നല്ല ഒരു ആക്ടിവിറ്റി അല്ല അത്. അപ്പൊ പമ്പയിൽ കുളിച്ച് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ശബരിമലയിലേക്ക് പോവാൻ. അപ്പൊ നമ്മളിപ്പോ നേരെ പോവാ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് അവിടെ തേങ്ങ ഉടച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെയും മേലേക്ക് മല ചവിട്ടി വേണം പോവാൻ. ഇതാണ് പമ്പ ഗണപതി ക്ഷേത്രം. അപ്പോൾ ഇപ്പം നിലവിൽ നട ഓപ്പൺ ആക്കിയിട്ടില്ല. വൈകുന്നേരം 4:30ക്കാണ് നട ഓപ്പൺ ആക്കുക. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ മേലയിലേക്ക് പോയിട്ടാണ് ശബരിമല എത്തുക. നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റ് കുറച്ചാൾ അവിടെ നിന്ന് കുളിച്ചിട്ട് വരുന്നുണ്ട്, കുറച്ചാൾ ഇവിടെ എത്തി അവിടെ ഇരിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് വന്നവർക്കറിയാം പമ്പാ ഗണപതി, അവരൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും പോവാം. അപ്പോൾ ഇവിടുന്ന് കെട്ടിറച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാ ഈ ബാക്ക് സൈഡിൽ നിന്നത് കെട്ടിറക്കുക. അവിടുന്ന് കെട്ടിറക്കുക. അപ്പം നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ വരുന്നത്രേ, അവർ പമ്പയിൽ നിന്ന് കുളിച്ചിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ എത്തി. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന വഴിയൊന്നും ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ പോയിട്ടില്ല ശബരിമലയ്ക്ക്. അപ്പോൾ അവർക്കൊരു ആകാംക്ഷ ശബരിമലയ്ക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നേ. അപ്പോൾ നട ഓപ്പണാക്കാൻ 4:30 ആവും. 4 മണി ആയിട്ടില്ല ഇപ്പോൾ. ഇവിടെ നിന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു. 2 മണിക്കൂർ 3 മണിക്കൂർ ദാസാട്ടെ വേങ്ങനാട് പേര് ഗണപതി ക്ഷേത്രത്തിലെ സെക്രട്ടറി. ഓറ് ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. താഴെയുണ്ട് കൊറേ, ഏത് വണ്ടിക്ക് തെരഞ്ഞെടുക്കാം. ആളുകള് പുഴക്കരക്കുള്ള ചെരുപ്പെല്ലാം പണ്ടല്ലേ.
അതെടുത്ത് നിങ്ങൾ ഇപ്പൊ അടുത്തൊക്കെ പോന്ന് പുറത്തെടുത്തിട്ട് മുങ്ങാനാ? അതാ ഇപ്പൊ പെട്ടെന്ന് മുങ്ങണം. ആദ്യമേ മുങ്ങിട്ട് വന്നാ പോരെ? ആദ്യമേ മുങ്ങിക്കൂടെ? അതന്നെ ഒന്നും എത്തില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും മുങ്ങിയാരോ? വേഗം പോയിക്കോ, സമയമുണ്ട്, 1 മണിക്കൂർ സമയമുണ്ട്. അങ്ങനെ നമ്മൾ പമ്പാ ഗണപതിയിലെത്തി, നട തുറന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിലേക്ക് പോന്നു. പിന്നെ നേരെ എരുമേലി വഴി റൂമിലേക്ക്. നാലമ്പലം, പുലർച്ചെ നാലമ്പലം ദർശനം. അപ്പോൾ ഇപ്പോൾ ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നവരുണ്ടെങ്കിൽ വരാൻ നോക്കുക. തിരക്കൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പമ്പയിൽ വന്ന് കുളിച്ച് പമ്പാ ഗണപതിയുടെ ഒക്കെ ദർശനമൊക്കെ കിട്ടും. നമ്മളെ രാത്രിയത്തെ ബിരിയാണി രാജശാസ്ത്രത്തിന് മറിച്ചിടുന്നുണ്ട്. നല്ല ആവി വന്ന ബിരിയാണി രാത്രി. ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി. രാത്രിയത്തെ ഫുഡായത്, തലശ്ശേരി ദം ബിരിയാണി.